ചീറ്റോസ് എന്ന ചിപ്സിനെ പറ്റി നമ്മൾ എന്തായാലും കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ? എന്നാൽ ഈ ചിപ്സ് കണ്ടുപിടിച്ചത് മെക്സിക്കോക്കാരനായ തറ ക്ലീൻ ചെയ്യുന്നൊരു തൊഴിലാളിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് തന്റെ കമ്പനിക്ക് വേണ്ടി വളർത്തിയെടുത്ത ഒരു രഹസ്യ കൂട്ടാണ് ചീറ്റോസിലുള്ളത്. കമ്പനിയിലെ തറ ക്ലീൻ ചെയ്യുന്ന വെറും ഒരു തൊഴിലാളിയിൽ നിന്ന് കമ്പനി മുതലാളിയായ അദ്ദേഹത്തിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി 2023 പുറത്തിറങ്ങിയ ഒരു ഇംഗ്ലീഷ് ചിത്രമാണ് ഫ്ലെമിംഗ് ഹോട്ട്. ഈ ചിത്രത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഉള്ളടക്കത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. കഥ ആരംഭിക്കുന്നത് 1996 കാലിഫോർണിയയിലെ ഗുവാസ്തി എന്ന ഗ്രാമത്തിലെ ഒരു മുന്തിരി തോട്ടത്തിൽ നിന്നാണ്. തോട്ടത്തിൽ തന്റെ 8 സഹോദരങ്ങളോടൊപ്പം കളിച്ചു വളരുകയാണ് കഥാനായകനായ റിച്ചാർഡ് മൊണ്ടാനിയസ്. റിച്ചാർഡിന്റെ മാതാപിതാക്കൾ തോട്ടത്തിലെ തൊഴിലാളികളായിരുന്നു. തോട്ടത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഒരു കുടുംബം പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത്. റിച്ചാർഡിന് ഏറ്റവും ഇഷ്ടം അവന്റെ മുത്തച്ഛനെ ആയിരുന്നു. മുത്തച്ഛൻ റിച്ചാർഡിനെ തന്റെ അടുത്തിരുത്തി അവനോട്, നമ്മൾ മുണ്ടാനിയസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ജനിച്ചവരാണെന്നും നമ്മുടെ കഴിവുകൾ നീ വലുതാകുമ്പോൾ ലോകത്തിന് കാട്ടിക്കൊടുക്കണമെന്നും പറഞ്ഞു. മാതാപിതാക്കൾ തോട്ടം തൊഴിലാളികൾ ആയതുകൊണ്ട് തന്നെ വളരെ കഷ്ടതയിലൂടെയായിരുന്നു അവരുടെ ജീവിതം മുമ്പോട്ട് പോയിരുന്നത്. റിച്ചാർഡ് ആകട്ടെ ഇലക്ട്രോണിക് സാധനങ്ങൾ റിപ്പയർ ചെയ്യുന്നതിൽ ചെറിയ താല്പര്യവും പ്രകടിപ്പിച്ചിരുന്നു. സ്കൂളിൽ റിച്ചാർഡിന് ജൂഡി എന്ന് പറയുന്ന ഒരു പെൺസുഹൃത്തുണ്ടായിരുന്നു. ജൂഡിക്കും റിച്ചാർഡിനും പല കാര്യങ്ങൾ സാമ്യമുള്ളതായിരുന്നു. വളരെ പട്ടിണിയിൽ നിന്ന് വരുന്നതിനാൽ തന്നെ ഇരുവരുടെയും കയ്യിൽ സാൻഡ്വിച്ച് മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഇരുവരെയും കളിയാക്കി അവരുടെ ഭക്ഷണം തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. ഒരിക്കൽ ഇരുവരും ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിലേക്ക് സഹപാഠികൾ കടന്നു വരികയും വീണ്ടും അവരെ കളിയാക്കുവാനും തുടങ്ങി. എന്നാൽ ഇത്തവണ റിച്ചാർഡ് അവർക്ക് മുമ്പിലേക്ക് തന്റെ കയ്യിലുള്ള സാൻഡ്വിച്ച് നീട്ടി. വളരെ സ്വാദിഷ്ടമായ സാൻഡ്വിച്ച് ആണെന്ന് പറഞ്ഞാണ് റിച്ചാർഡ് കുട്ടികളുടെ മുമ്പിലേക്ക് ആ സാൻഡ്വിച്ച് നീട്ടിയത്. മനസ്സില്ലാ മനസ്സോടെയും ആകാംക്ഷയോടെയും കുട്ടികൾ ആ സാൻഡ്വിച്ചിൽ കുറച്ചു ഭാഗം കഴിച്ചു നോക്കുന്നു. കഴിച്ചു നോക്കിയൊരു കുട്ടിക്ക് സാൻഡ്വിച്ച് നന്നായി ഇഷ്ടപ്പെടുകയും കൂട്ടുകാരോട് ഇത് വളരെയധികം രുചിയുള്ളതാണെന്നും കഴിച്ചു നോക്കാനും പറഞ്ഞു. സാൻഡ്വിച്ച് കഴിച്ചു നോക്കിയ കുട്ടികൾ റിച്ചാർഡിനെ അഭിനന്ദിക്കുകയും തങ്ങൾക്ക് ഇനിയും സാൻഡ്വിച്ച് വേണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ബുദ്ധിമാനായ റിച്ചാർഡ് തന്റെ കയ്യിലുണ്ടായിരുന്ന സാൻഡ്വിച്ച് 25 സെന്റ് തന്നാൽ നൽകാമെന്ന് കുട്ടികളോട് പറഞ്ഞു. കുട്ടികൾ പണം നൽകി അവന്റെ കയ്യിൽ നിന്ന് സാൻഡ്വിച്ച് വാങ്ങി. പിറ്റേന്ന് മുതൽ റിച്ചാർഡ് തന്റെ അമ്മയോട് കൂടുതൽ സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാൻ ആവശ്യപ്പെട്ടു. ഓരോ സാൻഡ്വിച്ചിനും അവൻ 25 സെന്റിന് കുട്ടികൾക്ക് വിൽക്കാൻ തുടങ്ങി. അങ്ങനെ റിച്ചാർഡ് സ്കൂളിൽ നിന്ന് തനിക്ക് വേണ്ടിയുള്ള പണം സമ്പാദിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരിക്കൽ റിച്ചാർഡ് തന്റെ കയ്യിലുള്ള പണവുമായി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കുറെ മിഠായികൾ വാങ്ങാനായി പോയി. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ചധികം മിഠായികൾ എടുത്ത ശേഷം ബില്ലടിക്കാനായി തന്റെ പോക്കറ്റിലിരുന്ന കുറച്ച് നോട്ടുകെട്ടുകൾ എടുക്കുന്നു. എന്നാൽ റിച്ചാർഡിന്റെ പ്രായം കണക്കാക്കിയ തൊട്ടടുത്ത് നിന്ന പോലീസുകാരൻ, നീ പണം എവിടെ നിന്നാണ് മോഷ്ടിച്ചതെന്ന് റിച്ചാർഡിനോട് ചോദിച്ചു. കൂടാതെ അവനെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. വളരെയധികം കഷ്ടപ്പെട്ട് താൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് പോലും ഒന്നും സാധിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ റിച്ചാർഡ് അന്ന് മുതൽ ഒരു ക്രിമിനലായി മാറാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം റിച്ചാർഡും ജൂഡിയും കാലിഫോർണിയയിലെ ഒരു ലഹരി മാഫിയയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. കാലിഫോർണിയയുടെ പല സ്ഥലങ്ങളിലായി അവർ ലഹരികൾ വിറ്റഴിച്ചു. പലതരത്തിലുള്ള ലഹരികൾ അവർ ആൾക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ദിവസമാണ് അത് സംഭവിച്ചത്. അതെ, ജൂഡി ഒരു അമ്മയാകാൻ പോകുന്നു. അമ്മയാകുന്നത് കൊണ്ട് തന്നെ ജൂഡിക്ക് പല മാറ്റങ്ങൾ വന്നു തുടങ്ങി. റിച്ചാർഡിനോട്, ഇനി നീ ലഹരി മാഫിയയ്ക്ക് വേണ്ടി ജോലി ചെയ്യണ്ടെന്നും ഇനിയും അവർക്ക് വേണ്ടി ജോലി ചെയ്താൽ നീയും നിന്റെ അച്ഛനെ പോലെ ആയി മാറുമെന്നും ജൂഡി കർശനമായി പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ റിച്ചാർഡ് അതിനോട് സമ്മതിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഇരുവരും തങ്ങളുടെ കുട്ടികളോടൊപ്പം സന്തോഷമായി ജീവിച്ചു വരുന്നു. റിച്ചാർഡ് തന്റെ കുടുംബത്തിനെ സംരക്ഷിക്കാനായി പല ജോലികൾക്കായി കടകളിൽ കയറി ഇറങ്ങി. പക്ഷെ അദ്ദേഹത്തിനൊന്നും ലഭിച്ചിരുന്നില്ല. കുടുംബം മുന്നോട്ട് പോരുന്നത് ജൂഡി സാൻഡ്വിച്ചുകൾ ഉണ്ടാക്കി വഴിയോരത്ത് കച്ചവടം ചെയ്തിരുന്നു. അതിലൂടെയായിരുന്നു അവരുടെ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. റിച്ചാർഡ് പല ആളുകളെയും കണ്ട് താൻ എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളാമെന്നും തനിക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്നും വളരെ അപേക്ഷിച്ചു പറഞ്ഞു. പക്ഷെ ആരും അദ്ദേഹത്തിന് ജോലി കൊടുക്കാൻ തയ്യാറായില്ല. ജൂഡിയുടെയും റിച്ചാർഡിന്റെയും കുടുംബം പട്ടിണിയിലേക്ക് പോവുകയായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം പോലും അവർക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരിക്കൽ അവർ വളരെ വിഷമിച്ച് അവരുടെ വണ്ടിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. റിച്ചാർഡിന് എങ്ങനെയും തന്റെ കുടുംബത്തെ സംരക്ഷിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ തനിക്കറിയാവുന്ന ലഹരി മാഫിയയുടെ അടുത്തേക്ക് തന്നെ പോയി. അവിടെ ടോണി എന്നു പേരുള്ള റിച്ചാർഡിന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അയാളോട് സംസാരിക്കുന്നതിനിടയിൽ നിന്ന് ടോണി ഒരു ലേസ് ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് റിച്ചാർഡിന് മനസ്സിലായി. ആ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി തനിക്കും ശരിയാക്കി തരാമോ എന്ന് റിച്ചാർഡ് ടോണിയോട് ചോദിച്ചു. ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ല എന്നും തനിക്കൊരു കുടുംബമുണ്ട് എന്നും റിച്ചാർഡ് കൂട്ടിച്ചേർത്തു. അത് കേട്ടതും ടോണി റിച്ചാർഡിന് വേണ്ടി ഫാക്ടറിയിൽ സംസാരിക്കാമെന്ന് സമ്മതിച്ചു. പിറ്റേന്ന് കാലത്ത് തന്നെ റിച്ചാർഡ് ഫാക്ടറിയിലേക്ക് പോയി. ഫാക്ടറി റിസപ്ഷനിസ്റ്റ് ആയ യുവതിയോട് താൻ ഇവിടെ ജോലിക്ക് വേണ്ടി വന്നതാണെന്ന് റിച്ചാർഡ് കൂട്ടിച്ചേർത്തു. ഉടൻ തന്നെ യുവതി തന്റെ ടേബിളിൽ നിന്നൊരു ഫോം എടുത്ത് അയാളുടെ മുമ്പിലേക്ക് നീട്ടി. ഈ ഫോം സ്പാനിഷിലല്ല മറിച്ച് ഇംഗ്ലീഷിലാണ് പൂരിപ്പിക്കേണ്ടതെന്നും യുവതി കൂട്ടിച്ചേർത്തു. എന്നാൽ വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ട് തന്നെ റിച്ചാർഡ് ആ ഫോം തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ജൂഡിനെ കൊണ്ടത് പൂരിപ്പിക്കുകയും ചെയ്തു.
ജൂഡി ഫോം പൂരിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് നിന്ന റിച്ചാർഡ് അയാളെ തന്നെ കുറ്റപ്പെടുത്തി. ഒരു ഫോം പോലും പൂരിപ്പിക്കാൻ അറിയാത്ത താൻ എന്തൊരു വിഡ്ഢിയാണെന്നാണ് സ്വയം പറഞ്ഞത്. എന്നാൽ ഇത് കേട്ട ജൂഡി റിച്ചാർഡിനെ തിരുത്തി. നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, അതുതന്നെ ധാരാളമെന്ന് ജൂഡി മറുപടിയായി പറഞ്ഞു. കൂടാതെ ഫോമിൽ റിച്ചാർഡ് കാലിഫോർണിയയിലെ തന്നെ ഒരു മികച്ച സ്കൂളിലാണ് പഠിച്ചതെന്നും ജൂഡി എഴുതി ചേർത്തു. പിറ്റേന്ന് പൂരിപ്പിച്ച ഫോമുമായി റിച്ചാർഡ് ഫാക്ടറി ജോലിക്ക് വേണ്ടി മാനേജറിനെ കാണാനായി പോയി. ടോണി മാനേജറിനോട് റിച്ചാർഡ് ഒരു നല്ല വ്യക്തിയാണെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോം വായിച്ചു നോക്കിയ മാനേജർ നിങ്ങൾ പഠിച്ച അതേ സ്കൂളിലാണ് ഞാനും പഠിച്ചതെന്നും പ്രിൻസിപ്പൽ ഗ്രമാൽഡി ഓർക്കുന്നുണ്ടോ എന്നും ചോദിച്ചു. മാനേജറുടെ ചോദ്യത്തിന് മറുപടിയായ റിച്ചാർഡ് അയാളെ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട മാനേജർ ഗ്രമാൽഡി ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞു. ആ ഒരു സംഭാഷണത്തിൽ നിന്ന് തന്നെ റിച്ചാർഡ് ഫോമിൽ പൂരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് മാനേജർക്ക് മനസ്സിലായി. മാനേജർ റിച്ചാർഡിനോട് തനിക്കിവിടെ ജോലിയില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഞാൻ വളരെ വേഗത്തിലും എന്ത് ജോലി ചെയ്യാൻ തയ്യാറുമാണെന്നും എനിക്ക് എന്ത് ജോലി ചെയ്യാനും സാധിക്കുമെന്നും മാനേജറിനോട് അപേക്ഷിച്ച് പറയുന്നു റിച്ചാർഡ്. എനിക്ക് വിദ്യാഭ്യാസമില്ലായിരിക്കാം, പക്ഷെ താങ്കൾ ഇവിടെ സെലക്ട് ചെയ്ത ജോലിക്കാരെക്കാട്ടിലും എന്തുകൊണ്ടും മികച്ചത് ഞാനാണെന്നും എനിക്കത് തെളിയിക്കാൻ സാധിക്കുമെന്നും എനിക്കൊരു അവസരം തന്നുകൂടെയെന്നും റിച്ചാർഡ് മാനേജറിനോട് ചോദിച്ചു. മനസ്സില്ലാ മനസ്സോടെ മാനേജർ റിച്ചാർഡിന് ഒരു അവസരം കൊടുക്കാൻ തീരുമാനിച്ചു. തനിക്കിവിടെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ജോലിയാണെന്നും നാളെ രാവിലെ തന്നെ വന്ന് ജോയിൻ ചെയ്യാനും മാനേജർ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ റിച്ചാർഡ് ഫാക്ടറിയിലേക്ക് എത്തി. മാനേജർ ഫാക്ടറിയിൽ നടക്കുന്ന കാര്യങ്ങൾ റിച്ചാർഡിന് വിവരിച്ചു കൊടുത്തു. ഫാക്ടറിയിലുള്ള പല മെഷീനുകളെയും ചൂണ്ടിക്കാട്ടി മെഷീനുകളുടെ ഉപയോഗവും അതിലെങ്ങനെയാണ് ചിപ്സ് ഉണ്ടാക്കുന്നതെന്നുമെല്ലാം മാനേജർ റിച്ചാർഡിന് പറഞ്ഞു കൊടുക്കുന്നു. കുട്ടിക്കാലം മുതലേ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോട് വലിയ താല്പര്യമുണ്ടായിരുന്ന റിച്ചാർഡ് എല്ലാ മെഷീനുകളുടെയും പ്രവർത്തനം വളരെ കൗതുകത്തോടെ നോക്കി നിന്നു. തനിക്ക് ഈ ഫാക്ടറിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നും തനിക്കിതൊരു പുതിയ വഴിത്തിരിവാണെന്നും റിച്ചാർഡ് മനസ്സിൽ കരുതി. അങ്ങനെ റിച്ചാർഡ് ഫാക്ടറിയിലെ ക്ലീനിംഗ് ജോലിയിലേക്ക് കടക്കുന്നു. വളരെ സന്തോഷത്തോടെയും ആത്മാർത്ഥതയോടെയുമാണ് റിച്ചാർഡ് ഓരോ ജോലിയും ചെയ്തിരുന്നത്. ഫാക്ടറിയിലെ ഓരോ ദിവസവും അങ്ങനെ കടന്നു പൊക്കൊണ്ടേയിരുന്നു. എന്നും അതിരാവിലെ വരുന്നു, ഫാക്ടറിയിലെ ഫ്ലോർ ക്ലീൻ ആക്കുന്നു, മെഷീനുകൾ ക്ലീൻ ചെയ്യുന്നു, വേസ്റ്റ് കളക്ട് ചെയ്യുന്നു, തിരികെ വീട്ടിലേക്ക് പോകുന്നു. ഒരു ലൂപ്പിലകപ്പെട്ട പോലെ റിച്ചാർഡിന്റെ ജീവിതം മുമ്പോട്ട് പോകുന്നു. റിച്ചാർഡിന് ഫാക്ടറിയിലെ മെഷീനുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൂടുതലായി അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. അയാൾ ഒഴിവു സമയങ്ങളിൽ ഫാക്ടറിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് മെഷീനുകളുടെ പ്രവർത്തനത്തെപ്പറ്റി ചോദിച്ചു പഠിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ അയാളുടെ ചോദ്യങ്ങൾക്ക് ചെവി കൊടുത്തിരുന്നില്ല. നീ നിന്റെ ജോലി നോക്കിയാൽ മതിയെന്നും ഇത് ഞങ്ങളുടെ ജോലിയാണെന്നും റിച്ചാർഡിനെ എന്നും അവർ ശകാരിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ഫ്ലോർ ക്ലീൻ ആക്കുന്നതിനിടയിൽ റിച്ചാർഡ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുമായി സംസാരിക്കുന്നു. ക്ലാരൻസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ക്ലാരൻസ് ഫാക്ടറിയിലെ ഒരു എഞ്ചിനീയർ ആയിരുന്നു. എന്നാൽ അയാൾ പഠിച്ച എഞ്ചിനീയർ ആയതായിരുന്നില്ല. ബുദ്ധി കൊണ്ട് മെഷീന്റെ ഓരോ ചലനവും അയാൾ പഠിച്ച് തനിയെ ഒരു എഞ്ചിനീയറായി മാറിയതായിരുന്നു. അതിനാൽ തന്നെ റിച്ചാർഡിനോട് യാതൊരു ശകാരവുമില്ലാതെ അയാൾ സംസാരിച്ചു. റിച്ചാർഡിനും അത് വളരെ സന്തോഷം നൽകി. എന്നാൽ അവിടുത്തെ ക്ലീനിംഗ് തൊഴിലാളികൾ ഉയർന്ന ഉദ്യോഗസ്ഥരോട് സംസാരിക്കില്ലായിരുന്നു. അതിനാൽ തന്നെ ടോണി ഉടനെ വന്ന് റിച്ചാർഡിനെ പിടിച്ചു മാറ്റി ക്ലാരൻസിനോട് സോറി പറഞ്ഞ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഫ്ലോർ ക്ലീൻ ചെയ്യുന്നവർ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കരുതെന്നും കമ്പനിയിലെ ഓരോ ചിട്ടവട്ടങ്ങളുമെല്ലാം ടോണി റിച്ചാർഡിന് പറഞ്ഞു കൊടുക്കുന്നു. ക്യാൻറ്റീനിലെ ഒരു ടേബിളിലേക്ക് ചൂണ്ടിക്കാട്ടി അവരാണ് പ്ലാൻ മാനേജേഴ്സ് എന്നും അവർ വളരെ ശാന്തരും കോൺഫിഡൻസും നിറഞ്ഞ ആളുകളാണെന്നും അവരുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ടെന്നും ഈ കമ്പനിയിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ജോലിക്കാരാണ് അവരെന്നും കൂടി പറഞ്ഞു കൊടുത്തു. അതിന് താഴെയാണ് ഫ്ലോർ മാനേജേഴ്സ്. അവർക്കാണ് ഫാക്ടറിയിലെ മുഴുവൻ ചുമതലയും. അതുപോലെ അവരുടെ ജോലിക്ക് യാതൊരു ഉറപ്പുമില്ല. ഫാക്ടറിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി പ്ലാൻ മാനേജേഴ്സിന് കൊടുക്കുന്നത് ഇവരാണ്. മറ്റൊരു വിഭാഗമാണ് ക്ലയറൻസിനെ പോലെ മെഷീൻ ഓപ്പറേറ്റേഴ്സ്. ഫാക്ടറിയിലെ എല്ലാ ആളുകളുടെയും ബഹുമാനം ഇവർക്ക് ലഭിക്കും. പൊതുവെ അവരെ ഒരു നീല കളർ യൂണിഫോമിലാണ് കാണപ്പെടുന്നത്. ആ കൂട്ടത്തിലെ ഏറ്റവും മിടുക്കൻ ക്ലയറൻസ് ആണ്. ക്ലയറൻസ് വളരെയധികം ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അയാൾ 15 വർഷമായി മെഷീൻ ഓപ്പറേറ്ററിൽ നിന്നും പ്ലാൻ മാനേജർ എന്ന ഉയർന്ന പോസ്റ്റിലേക്ക് പോകാനായി നിൽക്കുന്നു. ഏറ്റവും അവസാനത്തെ വിഭാഗമാണ് നമ്മളാണ് ഈ ഫാക്ടറിയിലെ ഏറ്റവും താഴ്ന്ന ജോലിക്കാർ. ഇതെല്ലാം വളരെ വിശദമായി ടോണി റിച്ചാർഡിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. റിച്ചാർഡ് ഒരിക്കലും ഒരു ഫ്ലോർ ക്ലീനറായിട്ട് തന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒട്ടും താല്പര്യപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ കമ്പനിയിലെ ഏറ്റവും നല്ല പൊസിഷനിലേക്ക് എത്തണമെന്ന് വളരെയധികം ആഗ്രഹിച്ചു. ഒരിക്കൽ പതിവ് പോലെ റിച്ചാർഡ് തന്റെ ക്ലീനിങ് ജോലി ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് തന്റെ തൊട്ടടുത്തിരിക്കുന്ന മാഗസീനിലെ കവർ പേജ് റിച്ചാർഡ് ശ്രദ്ധിക്കുന്നത്. കവർ പേജിൽ ഉണ്ടായിരുന്നത് അവരുടെ കമ്പനി ഓണറായ റോജർ എൻറിക്കോയാണ്. അദ്ദേഹമാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ശീതളപാനീയമായ പെപ്സിയുടെ സ്ഥാപകൻ. അയാൾ തന്നെയാണ് റിച്ചാർഡ് ജോലി ചെയ്യുന്ന കമ്പനിയുടെയും ഓണർ. ഇദ്ദേഹത്തിന്റെ ഒറ്റയാളുടെ ബുദ്ധിയിലാണ് ഇത്രയും നാൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന കൊക്കക്കോളയുടെ കച്ചവടം കുറഞ്ഞത്. അദ്ദേഹത്തെ പോലെയാകാൻ റിച്ചാർഡ് ആഗ്രഹിച്ചു. കമ്പനിയിൽ വലിയൊരു സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ ഉറപ്പായും താൻ കമ്പനിയിലെ തന്നെ ഏറ്റവും നല്ല ആളുകളിൽ നിന്ന്, അതായത് നല്ലപോലെ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്.
ക്ലെയറൻസ് ആണ് കമ്പനിയിലെ തന്നെ ഏറ്റവും നല്ല ആത്മാർത്ഥതയുള്ള ജോലിക്കാരൻ. അതിനാൽ തന്നെ റിച്ചാർഡ് ക്ലെയറൻസിന്റെ അടുത്ത് നിന്ന് കമ്പനിയെപ്പറ്റി കൂടുതലായി അറിയാൻ ശ്രമിച്ചു. ഒരിക്കൽ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റിച്ചാർഡ് തന്റെ അമ്മ ഉണ്ടാക്കിയിരുന്ന സാൻഡ്വിച്ചുമായി ക്ലെയറൻസിന്റെ അടുത്തേക്ക് എത്തി. സാൻഡ്വിച്ച് ക്ലെയറൻസിന് മുമ്പിലേക്ക് നീട്ടിയ റിച്ചാർഡ് ക്ലെയറൻസിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വളരെയധികം ബഹുമാനിക്കുന്നു. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഒരു എഞ്ചിനീയർ ആയ ആളാണ്. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് അത് സാധിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്കും നിങ്ങളെപ്പോലെ ആകണം. നിങ്ങളുടെ പക്കൽ നിന്ന് പല കാര്യങ്ങളും എനിക്കും പഠിക്കണമെന്നുണ്ട്. കമ്പനിയിലെ പലതരത്തിലുള്ള മെഷീനുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിന് കേടുപാടുകൾ വന്നാൽ അതെങ്ങനെ നന്നാക്കാമെന്നും ഓരോ മെഷീനുകൾ എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നുമെല്ലാം എനിക്ക് നിങ്ങളിൽ നിന്ന് പഠിക്കണം. വളരെയധികം ആകാംക്ഷയോടെ റിച്ചാർഡ് ക്ലെയറൻസിനോട് ഇതെല്ലാം പങ്കുവെച്ചു. റിച്ചാർഡ് പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ തന്നെ ക്ലെയറൻസ് കേട്ടിരുന്നു. അവന്റെ അതിയായ ആഗ്രഹം കണ്ട ക്ലെയറൻസ് തനിക്കറിയാവുന്നതെല്ലാം റിച്ചാർഡിന് പറഞ്ഞു കൊടുക്കാമെന്ന് സമ്മതിച്ചു. പിറ്റേന്ന് മുതൽ റിച്ചാർഡ് മെഷീനുകളെ പറ്റിയുള്ള ഓരോ സംശയവും ക്ലെയറൻസിനോട് ചോദിച്ചു പഠിക്കാൻ തുടങ്ങി. ക്ലെയറൻസ് അയാളെ ഒരു ഉയർന്ന സ്ഥലത്ത് നിർത്തി കമ്പനിയിലെ മെഷീനുകളെല്ലാം മൊത്തത്തിൽ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഓരോ മെഷീന്റെയും ശബ്ദം ഇവിടെ നിന്ന് കേട്ടു മനസ്സിലാക്കാൻ പറഞ്ഞു. നന്നായി വർക്ക് ചെയ്യുന്ന മെഷീനിന് അതിൻ്റെതായിട്ടുള്ള ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദമൊന്ന് മാറിയാൽ, അതായത് മെഷീനിന്റെ ബെൽറ്റോ ഡ്രമ്മോ മോട്ടറോ എന്തെങ്കിലും ഒരു കേടുപാടുകൾ സംഭവിച്ചാൽ മെഷീന്റെ സൗണ്ടിന് വേറിട്ട് നിൽക്കും. തന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്ന് മെഷീനുകളുടെ ശബ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായാൽ എനിക്കത് കൃത്യമായി തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നും ക്ലെയറൻസ് പറയുന്നു. റിച്ചാർഡിന്റെ ക്ലീനിങ് ജോലി കഴിഞ്ഞുള്ള ഒഴിവു സമയങ്ങളിൽ ക്ലെയറൻസ് റിച്ചാർഡിനെയും കൂടെ കൂട്ടി പലപ്പോഴും വീട്ടിൽ നിന്ന് അതിരാവിലെയും ജോലിക്ക് ശേഷം വളരെ വൈകിയുമായിരുന്നു റിച്ചാർഡ് വീട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നത്. പതിയെ പതിയെ റിച്ചാർഡ് ക്ലെയറൻസിന്റെ പക്കൽ നിന്ന് മെഷീനെ പറ്റിയുള്ള എല്ലാം പഠിച്ചെടുത്തു. റിച്ചാർഡിന് കമ്പനിയോടുള്ള ആത്മാർത്ഥത കണ്ട പ്ലാൻ മാനേജർ റിച്ചാർഡിന് ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് എന്ന പുരസ്കാരം കൊടുത്തു. അങ്ങനെ കാര്യങ്ങൾ നന്നായി പോകുന്ന സമയത്തായിരുന്നു അവരുടെ രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥ താറുമാറാകുന്നത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഏകദേശം 8 വർഷം പിന്നിട്ടിരിക്കുന്നു. റിച്ചാർഡ് ഇപ്പോഴും ക്ലീനിങ് ജോലിയിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ കഷ്ടതയിലായതുകൊണ്ട് തന്നെ കമ്പനിയിലും പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കമ്പനിയിലേക്ക് വലിയ വലിയ ഓർഡറുകളൊന്നും വരാത്തതിനാൽ തന്നെ കുറേയധികം ജോലിക്കാരെ കമ്പനിയിൽ നിന്ന് പറഞ്ഞുവിടാൻ മാനേജർക്ക് നിർദ്ദേശം ലഭിച്ചു. കൂടാതെ മറ്റു കമ്പനികളുടെയും വരവ് ഇതിന് കാരണമായിരുന്നു. കമ്പനിയുടെ മുതലാളിയായ റോജർ എൻട്രിക്കോ തന്റെ കമ്പനി ഷെയർ ഹോൾഡേഴ്സിനെ വെച്ച് ഒരു മീറ്റിംഗ് നടത്തി. മീറ്റിംഗിൽ കമ്പനി എന്തുകൊണ്ടാണ് ഇത്രയും താഴേക്ക് പോകാൻ കാര്യമെന്ന് എല്ലാവരോടുമായി അഭിപ്രായം തേടി. നമ്മുടെ പക്കൽ ഇപ്പോൾ ലെയ്സ്, ചീറ്റോസ്, ഡെറിറ്റോസ് ഇങ്ങനെ പല പല തരത്തിലുള്ള ചിപ്സുകളുണ്ട്. എന്നാൽ അവയൊന്നും ഇപ്പോൾ വേണ്ടത്ര രീതിയിൽ വിറ്റഴിക്കപ്പെടുന്നില്ല. രാജ്യത്തിന്റെ പ്രതിസന്ധിയും അതുപോലെ മറ്റു കമ്പനികളുടെ വരവും നമ്മുടെ കച്ചവടത്തെ നന്നായി ബാധിച്ചിരിക്കുന്നുവെന്ന് ഷെയർ ഹോൾഡേഴ്സ് പറയുന്നു. എങ്ങനെയെങ്കിലും താൻ വളർത്തിയെടുത്ത കമ്പനി മുന്നോട്ട് കൊണ്ടുപോയേ തീരൂ എന്ന് റോജർ എൻട്രിക്കോ മനസ്സിൽ ഉറപ്പിച്ചു. ഇതേ സമയം റിച്ചാർഡ് താൻ 8 വർഷമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മെഷീനിസ്റ്റ് ജോലിക്കായി താൻ അയച്ച ആപ്ലിക്കേഷൻ എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് കമ്പനി റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു. എന്നാൽ കമ്പനി അടച്ചു പൂട്ടുന്നതിനാൽ തന്നെ ഇപ്പോൾ ഇങ്ങനൊരു ജോലിയുമില്ല എന്നും എപ്പോഴെങ്കിലും ജോലിയിൽ ഒഴിവ് വരികയാണെങ്കിൽ നിങ്ങളായിരിക്കും ആ ജോലി ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയെന്നും റിസപ്ഷനിസ്റ്റ് പറയുന്നു. അങ്ങനെ ഒരിക്കൽ കമ്പനി ഓണറായ റോജർ എൻട്രിക്കോ തന്റെ തൊഴിലാളികളോട് കമ്പനിയുടെ അവസ്ഥയെപ്പറ്റി സംസാരിക്കാൻ തീരുമാനിച്ചു. എൻട്രിക്കോയുടെ വാക്കുകൾ കേൾക്കാനായി പ്ലാൻ മാനേജർ ഒരു ടിവിയുമായി ജോലിക്കാരുടെ ഇടയിലേക്ക് എത്തി. എന്നിട്ട് നമ്മുടെ കമ്പനിയുടെ അവസ്ഥയെപ്പറ്റി റോജർ എൻട്രിക്കോയ്ക്ക് നമ്മളോട് ചിലത് പറയാനുണ്ടെന്ന് പറഞ്ഞു. ജോലിക്കാർ ആരും തന്നെ ടിവിയിൽ നടക്കുന്ന എൻട്രിക്കോയുടെ സംസാരം കേൾക്കാൻ കൂട്ടാക്കിയില്ല. റിച്ചാർഡ് മാത്രം എൻട്രിക്കോ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കേട്ടു. എൻട്രിക്കോ പറയുന്ന ഓരോ കാര്യങ്ങളും തന്നോട് മാത്രമായി പറയുന്നത് പോലെ റിച്ചാർഡിന് തോന്നി. നിങ്ങളാണ് ഈ കമ്പനിയിലെ ഹൃദയവും ആത്മാവും. നിങ്ങളില്ലെങ്കിൽ ഈ കമ്പനിയില്ല. നിങ്ങളാണ് ഇത്രയും കാലം ഈ കമ്പനിയെ മുമ്പോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ എക്കോണമി തന്നെ കഷ്ടത്തിലായിരിക്കുകയാണ്. അതിനാൽ തന്നെ നമ്മുടെ കമ്പനി വളരെ കഷ്ടതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം നിങ്ങൾക്കറിയാമെന്ന്. എന്നാൽ നിങ്ങൾക്കറിയാത്ത മറ്റൊന്നുണ്ട്. എപ്പോഴൊക്കെ കഷ്ടത വരുന്നു അപ്പോഴൊക്കെയാണ് നല്ല നല്ല അവസരങ്ങൾ വളരാനായി വരുന്നത്. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് പറ്റിയ അവസരം. റിച്ചാർഡ്, നിങ്ങൾ കമ്പനിയിലെ സിഇഒയെ പോലെ ചിന്തിക്കൂ. ടിവിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻട്രിക്കോ റിച്ചാർഡിനോട് പറയുന്നത് പോലെ റിച്ചാർഡിന് തോന്നി. അന്നു മുതൽ റിച്ചാർഡ് കമ്പനിയെ എങ്ങനെയെങ്കിലും തനിക്ക് രക്ഷിച്ചേ പറ്റൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ഇവിടെ നിന്നാണ് റിച്ചാർഡിന്റെ ജീവിതം മാറിമറിയുന്നത്. പിറ്റേന്ന് മുതൽ റിച്ചാർഡ് കമ്പനി എങ്ങനെ രക്ഷിക്കുമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. തന്റെ മനസ്സിൽ തോന്നുന്ന ഓരോ കാര്യങ്ങളും ഒരു ചെറിയ ഡയറിയിൽ റിച്ചാർഡ് എഴുതി വെക്കുന്നു. ഒരിക്കൽ തന്റെ കുട്ടികളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന റിച്ചാർഡ് മൂത്ത മകന്റെ നെറ്റിയിലെ ഒരു മുറിവ് കണ്ടു. എന്ത് പറ്റിയെന്ന് അവനോട് തിരക്കിയപ്പോൾ സ്കൂളിലെ കുട്ടികൾ നമ്മൾ മെക്സിക്കൻ ആണെന്ന് പറഞ്ഞ് കളിയാക്കി ഉപദ്രവിച്ചതാണെന്ന് റിച്ചാർഡിനോട് മറുപടിയായി പറഞ്ഞു. ഇത് കേട്ട റിച്ചാർഡ്, നമുക്ക് പല കാര്യങ്ങളിലും കുറവായിട്ടുണ്ട്. പക്ഷെ നമ്മൾ മെക്സിക്കൻ ആണെന്നുള്ളത് നമ്മുടെ അഭിമാനമാണ്, അല്ലാതെ അതൊരു കുറവായി ഒരിക്കലും കാണേണ്ടതില്ലെന്ന് റിച്ചാർഡ് മകന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. നമ്മൾ മെക്സിക്കോയിൽ ജനിച്ചു വളർന്നതിൽ നമ്മൾ അഭിമാനിക്കണമെന്നും റിച്ചാർഡ് കൂട്ടിച്ചേർത്തു. അവിടെ നിന്ന് റിച്ചാർഡ് തന്റെ മക്കളെയും കൂട്ടി ഒരു പാർക്കിലേക്ക് പോകുന്നു. പാർക്കിൽ വെച്ച് കുട്ടികളോടൊപ്പം ഒരു പ്രത്യേക മസാലക്കൂട്ടിൽ തയ്യാറാക്കിയ ചോളം കഴിക്കുന്നു.
കഴിക്കുന്നതിനിടയിൽ തന്റെ ഇളയ കുട്ടിയോട് എങ്ങനെയുണ്ട്, നല്ല എരിവുണ്ടല്ലേ എന്ന് റിച്ചാർഡ് ചോദിച്ചു. എന്നാൽ എനിക്ക് ഈ ഫ്ലേവർ വളരെയധികം ഇഷ്ടമാണെന്നും ചൂടോടെ ഇത് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദാണെന്നും ഇളയ കുട്ടി പറഞ്ഞു. ഇത് കേട്ട റിച്ചാർഡിന് മനസ്സിലൊരു ഐഡിയ തോന്നി. പെട്ടെന്ന് തന്നെ റിച്ചാർഡ് ആ പാർക്കിന് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് നോക്കി. ഒരു സൈഡിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയുടെ കൂടെ ഒരു പ്രത്യേകതരം സോസും ഒരു പ്രത്യേകതരം മസാലയും ചേർത്ത് ആളുകളിലേക്ക് വിൽക്കുന്നു. വേറൊരു സൈഡിലാകട്ടെ ഒരു ചിപ്സിന് മേൽ പലതരത്തിലുള്ള സോസുകളും പലതരത്തിലുള്ള മസാലയും വിതറി ആളുകൾക്ക് വിൽക്കുന്നു. പല ആളുകളും തങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണം പലതരത്തിലുള്ള സോസുകളിൽ മുക്കിയാണ് കഴിക്കുന്നത്. ഇതെല്ലാം കണ്ട റിച്ചാർഡ് താൻ ഇത്രയും നാൾ തിരഞ്ഞ ചോദ്യത്തിന് ഉത്തരം കിട്ടി. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന കമ്പനിയെ രക്ഷിക്കാൻ റിച്ചാർഡിന് ഒരു ഐഡിയ ലഭിച്ചു. പാർക്കിൽ നിന്ന് റിച്ചാർഡും കുട്ടികളും കുറേയധികം ചിപ്സും സോസും പലതരത്തിലുള്ള മുളകുകളുമായി വീട്ടിലേക്കെത്തി. റിച്ചാർഡിന്റെ കയ്യിൽ ഇത്രയധികം ചിപ്സും സോസുകളും കണ്ട ഭാര്യ എന്തിനാണ് ഇത്രയും അധികം വാങ്ങിച്ചതെന്ന് ചോദിച്ച് റിച്ചാർഡിനെ ശകാരിച്ചു. ഉടൻ തന്നെ ഇളയ കുട്ടി തന്റെ അമ്മയോട് വിളിച്ചു പറഞ്ഞു, നമ്മൾ പലതരത്തിലുള്ള ചിപ്സുകൾ ഉണ്ടാക്കി കമ്പനിയിലെ ആളുകളുടെ ജോലി രക്ഷിക്കാൻ പോവുകയാണമ്മേ. എന്നാൽ ഇതൊന്നും കണ്ടിട്ട് ഭാര്യയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. വളരെ ദേഷ്യത്തിൽ ഇത്രയും അധികം സാധനം മേടിച്ചത് കൊണ്ട് തന്നെ ബാക്കി ചിലവുകൾ എങ്ങനെ കൂട്ടിമുട്ടിക്കുമെന്ന് റിച്ചാർഡിന്റെ ഭാര്യ ചോദിച്ചു. അതായത് വീട്ടുവാടക, ഭക്ഷണം, അങ്ങനെ ദേഷ്യത്തിലായിരുന്ന ഭാര്യയെ പിടിച്ചു നിർത്തി നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ചിപ്സ് കണ്ടുപിടിക്കും, അതിലൂടെ നമ്മൾ കമ്പനിയെ വളർത്തിയെടുത്ത് നമ്മുടെ ദാരിദ്ര്യം മാറ്റുമെന്നും വളരെ ആത്മവിശ്വാസത്തോടെ റിച്ചാർഡ് പറഞ്ഞു. റിച്ചാർഡിന്റെയും കുട്ടികളുടെയും ആത്മവിശ്വാസം കണ്ട ഭാര്യ അവരെ തന്നെ കൊണ്ടാകാവുന്ന വിധം എങ്ങനെയും സഹായിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും ചേർന്ന് പുതിയ ചിപ്സിന് വേണ്ടിയുള്ള ചേരുവകൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. പിറ്റേന്ന് പതിവ് പോലെ റിച്ചാർഡ് കമ്പനിയിലേക്ക് പോകുന്നു. ക്ലാരൻസിനോട് താൻ കണ്ടുപിടിച്ച കാര്യത്തെപ്പറ്റി റിച്ചാർഡ് വിവരിച്ചു. നമ്മുടെ ചിപ്സുകൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് മെക്സിക്കോക്കാരാണ്. അതിനാൽ തന്നെ പുതിയൊരു ചേരുവ ചേർത്ത് ചിപ്സുകൾ ഇറക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ വിറ്റുപോകാൻ സാധ്യതയുണ്ടെന്ന് റിച്ചാർഡ് വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഞാൻ കണ്ടുപിടിക്കുന്ന ചേരുവ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് ചീറ്റോസിൻ്റെ കൂടെയോ ലേസിൻ്റെ കൂടെയോ ഡെറിറ്റോസിൻ്റെ കൂടെയോ അങ്ങനെ പലതിൻ്റെയും കൂടെ. എന്നാൽ നമ്മുടെ കമ്പനി വെറും ഒരു ക്ലീനറായ നീ പറയുന്നത് എത്രത്തോളം ചെവിക്കൊള്ളുമെന്ന് ക്ലാരൻസ് റിച്ചാർഡിനോട് ചോദിച്ചു. പക്ഷേ കമ്പനിയുടെ തകർച്ച എങ്ങനെയും അവർ മറികടക്കാൻ ശ്രമിക്കും. അതിനാൽ തന്നെ ഞാൻ പറയുന്നത് അവർ ഉറപ്പായും കേൾക്കുമെന്ന് റിച്ചാർഡ് ക്ലാരൻസിനോട് മറുപടിയായി പറഞ്ഞു. റിച്ചാർഡിന്റെ മുഖത്തെ ആകാംക്ഷയും അവന്റെ ആത്മവിശ്വാസവും കണ്ട ക്ലാരൻസിന് അവന്റെ കൂടെ നിൽക്കാതിരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരുവരും ചേർന്ന് കമ്പനിയിൽ നിന്ന് കുറച്ചധികം ചിപ്സുകൾ റിച്ചാർഡിന്റെ പരീക്ഷണത്തിന് വേണ്ടി ശേഖരിക്കാൻ തുടങ്ങി. റിച്ചാർഡും കുടുംബവും ചേർന്ന് വീണ്ടും അവരുടെ അടുക്കളയിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി വന്നു. വീണ്ടും അവർ ധാരാളമായി പലതരത്തിലുള്ള മുളകുകളും സോസുകളും മസാലകളും വാങ്ങാനായി തുടങ്ങി. റിച്ചാർഡും ഭാര്യയും ചേർന്ന് പലതരത്തിലുള്ള ചിപ്സുകൾ ഉണ്ടാക്കി തന്റെ ഇളയ മകന് രുചിച്ചു നോക്കാനായി കൊടുക്കുന്നു. എന്നാൽ ആദ്യമായി ഒരു പുതിയ കാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ ഉണ്ടാക്കിയ ചിപ്സിനെല്ലാം വളരെയധികം എരിവ് കൂടിപ്പോയിരുന്നു. പക്ഷേ റിച്ചാർഡും കുടുംബവും അവരുടെ ശ്രമം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. അവർ വീണ്ടും പലതരത്തിലുള്ള ചേരുവകൾ ചേർത്ത് ചിപ്സുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. വളരെ നാളത്തെ കഷ്ടപ്പാടിനൊടുവിൽ അവർ എല്ലാവരും ചേർന്നൊരു കൂട്ട് കണ്ടുപിടിച്ചു. ആ ചേരുവ ഉപയോഗിച്ചുണ്ടാക്കിയ ചിപ്സുകൾ തന്റെ ഇളയ മകന് വീണ്ടും കഴിക്കാനായി കൊടുത്തു. ആ ചിപ്സുകൾ കഴിച്ചു നോക്കിയ ശേഷം വളരെയധികം എരിയുന്നു എന്ന് ഇളയ മകൻ പറയുന്നു. എന്നാൽ ഈ എരിവിന് ഒരു സുഖമുണ്ടെന്നും അവൻ കൂട്ടിച്ചേർത്തിരുന്നു. അങ്ങനെ അവർക്ക് മെക്സിക്കോക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആ രഹസ്യ മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. പക്ഷേ കമ്പനിയുടെ അവസ്ഥ വീണ്ടും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജോലിക്കാർ എന്നും തങ്ങളുടെ ശമ്പളം നൽകാനായി പ്ലാൻ മാനേജറിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. അവിടേക്കെത്തിയ റിച്ചാർഡ് പ്ലാൻ മാനേജറിനോട് പുതിയതായി കണ്ടുപിടിച്ച ചിപ്സ് വിറ്റഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രതിസന്ധികളെല്ലാം മാറുമെന്നും അതിനാൽ തന്നെ തനിക്കുടനെ എൻറിക്കോയെ വിളിച്ചു തരണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ദിവസത്തിൽ എല്ലാ ജോലി ചെയ്തുകൊണ്ടിരുന്ന പകുതി ആളുകളെയും ഞാൻ പിരിച്ചുവിട്ടുവെന്നും ഉടൻ തന്നെ കമ്പനി പൂട്ടേണ്ടി വരുമെന്നും പ്ലാൻ മാനേജർ പറഞ്ഞു. അതുമാത്രമല്ല, നീ ഇവിടുത്തെ വെറുമൊരു ക്ലീനറാണ്, നിന്നോട് സംസാരിക്കാൻ പോലും എൻറിക്കോ കൂട്ടാക്കുകയില്ല. പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് വർഷങ്ങൾ എടുക്കും. നീ പറയുന്ന കാര്യം ഉടനെ ഒന്നും നടക്കുകയില്ല. അതിനാൽ തന്നെ നീ പോയി നിന്റെ ജോലി നോക്കൂ. പ്ലാൻ മാനേജറുടെ മറുപടിയിൽ റിച്ചാർഡ് ഒട്ടും സംതൃപ്തനായിരുന്നില്ല. അതിനാൽ തന്നെ അന്ന് രാത്രിയിൽ കമ്പനിയിൽ അനധികൃതമായി കയറി പ്ലാൻ മാനേജറുടെ മുറിയിൽ നിന്ന് കമ്പനി ഓണറായ റോജർ എൻറിക്കോയുടെ നമ്പർ റിച്ചാർഡ് എടുക്കുന്നു. പിറ്റേന്ന് രാവിലെ ആരുമില്ലാത്ത സമയം നോക്കി കമ്പനിയുടെ ഫോണിൽ നിന്നും സാക്ഷാൽ എൻറിക്കോയെ റിച്ചാർഡ് വിളിച്ചു. റിച്ചാർഡിന്റെ ഫോൺ കോൾ എടുത്തത് എൻറിക്കോയുടെ സെക്രട്ടറി ആയിരുന്നു. സെക്രട്ടറിയോട് തന്റെ പേര് റിച്ചാർഡ് ആണെന്നും ഞാൻ കാലിഫോർണിയൻ കമ്പനിയിലെ ക്ലീനർ ആണെന്നും എനിക്കുടൻ തന്നെ സാക്ഷാൽ എൻറിക്കോയോട് സംസാരിക്കണമെന്നും പറഞ്ഞു. എന്നാൽ ഇത് കേട്ട സെക്രട്ടറി ഒരു നിമിഷം നിശബ്ദയായി. ഇത് മനസ്സിലാക്കിയ റിച്ചാർഡ് ദയവ് ചെയ്ത് ഫോൺ കട്ട് ചെയ്യരുതെന്നും എനിക്ക് നമ്മുടെ കമ്പനിയെ കൈപിടിച്ചുയർത്താൻ പറ്റുന്ന ഒരു ആശയം എൻറിക്കോയുമായി പങ്കുവെക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കുവെക്കാൻ പോകുന്ന കാര്യം നടപ്പിലാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനിയെയും അവിടെ ജോലി ചെയ്യുന്ന ആളുകളെയും ഒന്നടങ്കം രക്ഷിക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് ഒരുമിച്ച് ഈ പ്രതിസന്ധിയെ മറികടക്കാനും സാധിക്കുമെന്നും റിച്ചാർഡ് കൂട്ടിച്ചേർത്തു.
ഇത്രയും താഴ്മയായി അപേക്ഷിച്ച റിച്ചാർഡിന്റെ വാക്കുകൾ സെക്രട്ടറിക്ക് ചെവി കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. താൻ ഉടൻ തന്നെ എൻറിക്കോയോട് പറയാമെന്നും അതിനുശേഷം വിളിക്കാമെന്നും സെക്രട്ടറി പറഞ്ഞു. വളരെ ആകാംക്ഷയോടെ റിച്ചാർഡ് ഫോണിനരികിൽ കാത്തിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ റിച്ചാർഡിനെ തേടി ഒരു ഫോൺ കോൾ എത്തി. സാക്ഷാൽ എൻറിക്കോ ആയിരുന്നു അത്. എൻറിക്കോ തന്നെ വിളിച്ച സന്തോഷത്തിൽ റിച്ചാർഡ് തന്റെ ആശയം പറയാൻ ആരംഭിച്ചു. ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ഞാനൊരു മെക്സിക്കനാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് പല ഭാഗങ്ങളിലായി ധാരാളമായി ഉണ്ട്. അതുപോലെ ഞങ്ങൾ മറ്റുള്ളവരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് ഇതുപോലുള്ള സ്നാക്സിന് വേണ്ടിയാണ്. അതിനാൽ തന്നെ അവർക്കിടയിലേക്ക് നമ്മൾ പുതിയൊരു രഹസ്യ കൂട്ട് ഉപയോഗിച്ചുള്ള ചീറ്റോസ്, ഡെറിറ്റോസ്, ലേസ് എന്നിവ വിൽക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനി ഇപ്പോഴുള്ള പ്രതിസന്ധിയെ വളരെ എളുപ്പത്തിൽ തരണം ചെയ്യാൻ സാധിക്കും. ഇതിനുവേണ്ടി ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരു രഹസ്യക്കൂട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ മസാല എല്ലാ ചിപ്സിന്റെ കൂടെയും ചേർക്കാൻ സാധിക്കും. ചീറ്റോസ്, ഡെറിറ്റോസ്, ലേസ്, പോപ്കോൺ അങ്ങനെ എല്ലാത്തിന്റെയും കൂടെ. ഇതിന്റെ ഏറ്റവും വലിയ മേന്മ എന്തെന്ന് വെച്ചാൽ ഈ രഹസ്യക്കൂട്ട് 100% മെക്സിക്കൻ ആളുകൾക്ക് വളരെയധികം ഇഷ്ടമാകും. ഈ സ്വാദ് അവരെ അവരുടെ പഴയ ഓർമ്മകളിലേക്ക് ഉറപ്പായും കൊണ്ടുപോകും. ഇവിടെ നമ്മൾ കേവലം ഒരു ഫ്ലേവർ മാത്രമല്ല വിൽക്കുന്നത്, പകരം അവരുടെ പഴയ കാലത്തെ ഒരു ഇമോഷനും നമ്മൾ ഇവിടെ അവർക്ക് നൽകുന്നുണ്ട്. കൂടാതെ എനിക്ക് ഈ മസാലക്കൂട്ട് കണ്ടുപിടിക്കാൻ പ്രചോദനമായത് അങ്ങയുടെ വാക്കുകളാണ്. നമ്മൾ എല്ലാവരും കമ്പനിയിലെ സിഇഒയെ പോലെ ചിന്തിക്കണമെന്ന് ടിവിയിലൂടെ അങ്ങ് പറഞ്ഞിരുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇത്രയും പ്രാധാന്യം നൽകി വികസിപ്പിച്ചെടുത്തത്. റിച്ചാർഡിന് താൻ കണ്ടുപിടിച്ച മസാലയിൽ ഇത്രയും ആത്മവിശ്വാസമുള്ളതുകൊണ്ടും കൂടാതെ ഞാൻ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ തിരിച്ചു പറഞ്ഞതും എൻറിക്കോയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അതിനാൽ തന്നെ റിച്ചാർഡ് ഉണ്ടാക്കിയ സാമ്പിളുകൾ തന്റെ ഓഫീസിലേക്ക് കൊടുത്തയക്കാൻ എൻറിക്കോ റിച്ചാർഡിനോട് ആവശ്യപ്പെട്ടു. പിറ്റേന്ന് രാവിലെ തന്നെ റിച്ചാർഡും ഭാര്യയും ചേർന്ന് തങ്ങൾ ഉണ്ടാക്കിയ പലതരത്തിലുള്ള ചിപ്സുകൾ ഒരു വലിയ കാർഡ്ബോർഡ് ബോക്സിലാക്കി എൻറിക്കോയ്ക്ക് അയക്കുന്നു. അയക്കുന്നതിന് മുമ്പായി ഇരുവരും ചേർന്ന് നന്നായി പ്രാർത്ഥിക്കുന്നുമുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പാഴ്സൽ എൻറിക്കോയുടെ കൈകളിലെത്തി. സാവധാനം എൻറിക്കോ ആ ചിപ്സിൽ ഒരെണ്ണം എടുത്ത് കഴിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ വായ്ക്കുള്ളിൽ വളരെയധികം ചൂടുമെരിവും അനുഭവപ്പെടുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് താൻ കഴിക്കുന്ന ചിപ്സ് നിർത്താൻ കഴിഞ്ഞില്ല. അത്രയ്ക്കും സ്വാദായിരുന്നു അതിന്. കൈ കഴുകാൻ പോലും കൂട്ടാക്കാതെ എൻറിക്കോ റിച്ചാർഡിനെ വിളിച്ചു. താൻ 2 ആഴ്ചയ്ക്കുള്ളിൽ അവിടെ ഉറപ്പായും എത്തുമെന്നും എനിക്ക് നിങ്ങളെ ഉറപ്പായും നേരിൽ കാണണമെന്നും നിങ്ങൾ ഉണ്ടാക്കിയ ചിപ്സ് വളരെയധികം നന്നായിട്ടുണ്ടെന്നും എൻറിക്കോ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. ആ കോളിന് ശേഷം എൻറിക്കോ തന്റെ കമ്പനി ഷെയർ ഹോൾഡേഴ്സുമായി ഈ ആശയം പങ്കുവെക്കുകയും അവർക്കും ചിപ്സുകൾ കഴിക്കാൻ കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഓഫീസിൽ നിന്ന് കോൾ ചെയ്തതുകൊണ്ട് തന്നെ റിച്ചാർഡിനെ പ്ലാൻ മാനേജർ ശകാരിച്ചു. നീ ചെയ്തത് വലിയൊരു തെറ്റാണെന്നും നീ കാരണം ഇവിടെയുള്ളവരുടെ ജോലി വരെ പോയേക്കാമെന്നും മാനേജർ ശകാരിച്ചുകൊണ്ട് റിച്ചാർഡിനോട് പറഞ്ഞു. മാനേജർ ശകാരിക്കുന്നത് കണ്ട തൊഴിലാളികൾ വളരെ ദേഷ്യത്തോടെ റിച്ചാർഡിനെ നോക്കി നിന്നു. കമ്പനിയിൽ നിന്ന് ഇറങ്ങിപ്പോയ റിച്ചാർഡ് വളരെ വിഷമത്തിൽ തന്റെ വീട്ടിലിരിക്കുന്നു. വളരെ വിഷമത്തിലിരിക്കുന്ന റിച്ചാർഡിന്റെ അടുത്തേക്ക് ഭാര്യയായ ജൂഡി എത്തുകയും റിച്ചാർഡിനെ സമാധാനിപ്പിക്കാനും ആരംഭിച്ചു. നിങ്ങൾ മുണ്ടാനിയസ് പരമ്പരയിലുള്ളതാണ്. മുണ്ടാനിയസുകാർ വളരെ ബുദ്ധിമാന്മാരും ആരുടെ മുമ്പിലും തല കുനിക്കാത്തവരുമാണ്. ആ തലമുറയിൽ പറഞ്ഞ നീ എന്തിനിങ്ങനെ ഭയക്കണം? നമ്മൾ ഒരു നാടിനെ മുഴുവൻ രക്ഷിക്കാൻ പോവുകയല്ലേ. അതുകൊണ്ട് വളരെ ധൈര്യത്തിൽ ഈ മസാലക്കൂട്ടിനെ പറ്റി എൻറിക്കോയോട് അവതരിപ്പിക്കൂ. എന്നാൽ ഇംഗ്ലീഷ് ഭാഷ നന്നായി സംസാരിക്കാൻ അറിയാതെ, എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നറിയാതെ ഞാൻ എങ്ങനെ അദ്ദേഹത്തെ കാണുമെന്ന് വളരെ വിഷമത്തിൽ റിച്ചാർഡ് ചോദിച്ചു. ഇവിടം വരെ നമ്മൾ ഒരുമിച്ച് ചെയ്തില്ലേ, ഇപ്പോൾ ഇതും നമ്മൾ ഒരുമിച്ച് ചെയ്യുമെന്ന് ജൂഡി റിച്ചാർഡിന് വാക്ക് നൽകി. പിന്നീടുള്ള 2 ആഴ്ചകൾ ജൂഡി റിച്ചാർഡിനെയും കൂട്ടി ഒരു വലിയ ലൈബ്രറിയിലേക്ക് പോയി. ലൈബ്രറിയിൽ നിന്ന് പലതരത്തിലുള്ള പുസ്തകങ്ങൾ റിച്ചാർഡിന് വായിക്കാൻ കൊടുത്തു. പലതരത്തിലുള്ള കാര്യങ്ങൾ ജൂഡി റിച്ചാർഡിന് പഠിപ്പിച്ചു കൊടുത്തു. കമ്പനിയിലുള്ള സമയത്ത് ക്ലയറൻസും പല പല കാര്യങ്ങൾ പഠിപ്പിച്ചു. എങ്ങനെ ഒരു പ്രസന്റ് ചെയ്യണമെന്നും നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും എതിരെ നിൽക്കുന്നവന്റെ കണ്ണിൽ നോക്കി സംസാരിക്കണമെന്നുമെല്ലാം ക്ലയറൻസ് പഠിപ്പിച്ചു കൊടുത്തു. പ്രസന്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രസന്റേഷൻ കാണാൻ വന്ന എല്ലാവരും അടങ്ങുന്ന റൂം നമ്മുടെ കൺട്രോളിലായിരിക്കണം. പതിയെ പതിയെ റിച്ചാർഡ് പല കാര്യങ്ങളും പഠിച്ചു. അങ്ങനെ ആ ദിവസം വന്നെത്തി. സാക്ഷാൽ എൻറിക്കോയും ഷെയർ ഹോൾഡേഴ്സും വരുന്ന ദിവസം പ്ലാൻ മാനേജർ എൻറിക്കോയ്ക്ക് കമ്പനിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി പറഞ്ഞു കൊടുത്തു. എന്നാൽ എൻറിക്കോ അതിലൊന്നും സംതൃപ്തനായിരുന്നില്ല. എൻറിക്കോയ്ക്ക് എത്രയും വേഗം റിച്ചാർഡിനെ കാണണമായിരുന്നു. റിച്ചാർഡിന്റെ ആശയം എങ്ങനെ നടപ്പിലാക്കാമെന്നും അതിന്റെ സാധ്യതകൾ എന്തെല്ലാമാണെന്നും അറിയാനായിരുന്നു എൻറിക്കോയ്ക്ക് താല്പര്യം. അങ്ങനെ റിച്ചാർഡ് തന്റെ പ്രസന്റേഷൻ ആരംഭിച്ചു. താൻ പഠിച്ചുകൊണ്ടുവന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി പറയാൻ റിച്ചാർഡ് തുടങ്ങി. പക്ഷെ അങ്ങനെ പഠിച്ചുകൊണ്ടുവന്നതിൽ ഒന്നും തന്നെ സത്യസന്ധമായി പറയുന്ന ഒരു കാര്യങ്ങളും ഉള്ളതായി റിച്ചാർഡിന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം മാറ്റിവെച്ച് തന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ റിച്ചാർഡ് തുറന്നു പറയാൻ തുടങ്ങി. റിച്ചാർഡിന്റെ സംസാരം കേട്ട ഷെയർ ഹോൾഡേഴ്സിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. റിച്ചാർഡിന് മാർക്കറ്റിനെ പറ്റിയും മാർക്കറ്റ് ഷെയറിനെ പറ്റിയും ഒരു ധാരണയും ഇല്ലാത്തതായിരുന്നു അവരുടെ പ്രശ്നം. എന്നാൽ ഞാൻ റിച്ചാർഡ് പറഞ്ഞ ആശയത്തോട് യോജിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റിൽ എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ടെന്നും നമുക്ക് എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്നും എൻറിക്കോ പറഞ്ഞു. അങ്ങനെ റിച്ചാർഡിന്റെ മസാലയിൽ തയ്യാറാക്കിയ 5000 പാക്കറ്റുകൾ മാർക്കറ്റിലേക്ക് ഒരു സാമ്പിൾ എന്ന പോലെ അയക്കാൻ എൻറിക്കോ തീരുമാനിച്ചു. പഴയ ചിപ്സുകൾക്ക് പകരം എല്ലായിടത്തും റിച്ചാർഡിന്റെ മസാലയിൽ തയ്യാറാക്കിയ ചിപ്സുകൾ വിൽക്കാനായി വെച്ചു. ആ ചിപ്സുകൾക്ക് ഫ്ലേമിംഗ് ഹോട്ട് എന്നായിരുന്നു പേര് നൽകിയിരുന്നത്. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. റിച്ചാർഡിന്റെ ഒരു ചിപ്സ് പോലും ഒരു കടയിൽ നിന്നും വിറ്റുപോയില്ല.
എന്താണ് സംഭവിക്കുന്നതെന്ന് റിച്ചാർഡിന് മനസ്സിലായില്ല. ഫ്ലേമിംഗ് ഹോട്ടിന്റെ അടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ചിപ്സും വിറ്റുപോകുന്നുണ്ട്. പക്ഷേ ഫ്ലേമിംഗ് ഹോട്ടിന്റെ ഒന്നുപോലും ഇതുവരെ വിറ്റുപോയില്ല. ഷെയർ ഹോൾഡേഴ്സ് പ്ലാൻ മാനേജറിനെ വിളിച്ച് ഫ്ലേമിംഗ് ഹോട്ടിന്റെ സെയിൽസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പക്ഷേ വളരെ വിഷമത്തോടെ ഒന്നുപോലും വിറ്റുപോയിട്ടില്ല എന്ന് മാനേജർക്ക് പറയേണ്ടി വന്നു. ഇതിനാൽ തന്നെ ഈ പ്രൊജക്ട് വിപണിയിൽ ഇറക്കണ്ട എന്ന് ഷെയർ ഹോൾഡേഴ്സ് തീരുമാനിച്ചു. എന്നാൽ റിച്ചാർഡിന്റെ നിസ്സഹായാവസ്ഥ കണ്ട പ്ലാൻ മാനേജർ ഷെയർ ഹോൾഡേഴ്സിനോട് ഒരാഴ്ചത്തെ സമയം കൂടെ ഞങ്ങൾക്ക് തരണമെന്നാവശ്യപ്പെട്ടു. മനസ്സോടെ ഷെയർ ഹോൾഡേഴ്സ് അതിന് സമ്മതിച്ചു. എന്താണ് തന്റെ ചുറ്റും നടക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഈ ചിപ്സ് ഒന്നും വിറ്റുപോകാത്തതെന്നും വളരെ വിഷമത്തിൽ റിച്ചാർഡ് ക്ലാരൻസിനോട് ചോദിച്ചു. അപ്പോഴാണ് ക്ലാരൻസ് റിച്ചാർഡിനെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത്. നമ്മൾ ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് ഇതുവരെ ഒരാൾക്കും അറിയില്ല, നമ്മൾ ഒഴിച്ച്. അതിനാൽ തന്നെ ആദ്യം നീ ഈ ചിപ്സിന്റെ ടേസ്റ്റിനെ പറ്റി എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യാൻ പറ്റുക എന്ന് നീ ആലോചിച്ച് നോക്ക്. അങ്ങനെ റിച്ചാർഡ് തന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് സഹായത്തിനായി ചെന്നു. എല്ലാവരോടും താൻ കണ്ടുപിടിച്ച പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് മെക്സിക്കൻ ജനതയ്ക്ക് കൊണ്ടുകൊടുക്കാൻ സഹായിക്കുമോ എന്ന് റിച്ചാർഡ് ചോദിച്ചു. കൂട്ടുകാർ വളരെ സന്തോഷത്തോടെ അതിന് സമ്മതിക്കുകയും ചെയ്തു. അന്നു മുതൽ അവർ കമ്പനിയിൽ ഉണ്ടാക്കിയ എല്ലാ ചിപ്സും ഫ്രീ ആയിട്ട് മെക്സിക്കൻ ജനതയ്ക്ക് കൊണ്ടുകൊടുത്തു. കൂടാതെ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചിപ്സുകൾ വളരെയധികം വലിയ അളവിൽ ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെ വാങ്ങുവാനും തുടങ്ങി. ഇതെല്ലാം ആളുകളിൽ ഒരു ആകാംക്ഷ ഉണ്ടാക്കി. എന്താണ് ഇതിന്റെ ടേസ്റ്റ് എന്നറിയാൻ എല്ലാവർക്കും തിടുക്കമായി. മെക്സിക്കൻ ജനത റിച്ചാർഡിന്റെ രുചിക്കൂട്ടിന്റെ ടേസ്റ്റ് അറിഞ്ഞു. അടുത്ത ദിവസം മുതൽ തന്നെ ഫ്ലെമിംഗ് ഹോട്ട് വലിയ രീതിയിൽ വിറ്റുപോകാൻ തുടങ്ങി. കടക്കണിയിലായിരുന്ന കമ്പനി പതിയെ വളർന്നു വരാനും ആരംഭിച്ചു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി. ഒരിക്കൽ റിച്ചാർഡ് പതിവ് പോലെ തന്റെ ക്ലീനിങ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പ്ലാൻ മാനേജർ വിളിച്ച് മുകളിലത്തെ നില വളരെ വൃത്തികേടായി കിടക്കുകയാണെന്നും അത് ഉടൻ തന്നെ ക്ലീൻ ചെയ്യണമെന്നും പറഞ്ഞു. അടുത്ത നിമിഷം തന്നെ റിച്ചാർഡ് തന്റെ മോപ്പുമായി മുകളിലേക്ക് പോയി. എന്നാൽ റിച്ചാർഡിനെ കാത്ത് മുകളിൽ എൻട്രിക്കോ നിൽപ്പുണ്ടായിരുന്നു. എൻട്രിക്കോയോട് താങ്കൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് റിച്ചാർഡ് ചോദിച്ചു. ചോദ്യം ചോദിച്ച റിച്ചാർഡിനോട് താൻ എങ്ങനെയാണ് ഇത്രയും വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തതെന്ന് എൻട്രിക്കോ പറഞ്ഞു കൊടുത്തു. ഞാൻ ചെറിയ പട്ടണത്തിൽ നിന്നും വളർന്നു വന്ന ഒരാളാണ്. എന്റെ പട്ടണത്തിലെ എല്ലാവരും ജോലിക്കാരായിരുന്നു. അവർക്കിടയിൽ എനിക്കായിരുന്നു വലിയ സ്വപ്നമുണ്ടായിരുന്നത്. ഒരു വലിയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തണം. ആ വാശിയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഇതെല്ലാം. നിന്നിൽ ഞാൻ എന്നെ തന്നെ കാണുന്നുണ്ട് റിച്ചാർഡെന്ന് എൻട്രിക്കോ പറഞ്ഞു. കൂടാതെ നല്ലൊരു കാഴ്ചപ്പാടുള്ള ഒരാളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. നല്ല കാഴ്ചപ്പാടും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമുള്ളവരെ വളരൂ. അങ്ങനെയുള്ളവരെ തേടിപ്പിടിച്ച് എന്നെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സ് പണം നിക്ഷേപിക്കുന്നത്. അതിനാൽ തന്നെ നിന്നിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. എന്നാൽ എൻട്രിക്കോ പറയുന്ന പല കാര്യങ്ങളും റിച്ചാർഡിന് പൂർണ്ണമായും മനസ്സിലായില്ല. എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് റിച്ചാർഡ് ചോദിച്ചു. റിച്ചാർഡിന്റെ ചോദ്യം കേട്ട എൻട്രിക്കോ അവന്റെ കയ്യിലിരുന്ന ക്ലീനിങ് മോപ്പ് വാങ്ങി മാറ്റിവെച്ച ശേഷം റിച്ചാർഡിനെയും കൂട്ടി ഒരു മുറിയുടെ അടുത്തേക്ക് പോകുന്നു. അവന്റെ മുമ്പിൽ വെച്ച് മുറിയുടെ കതകിന് മുമ്പിൽ എൻട്രിക്കോ ഒരു നെയിം പ്ലേറ്റ് സ്ഥാപിക്കുന്നു. നെയിം പ്ലേറ്റിൽ റിച്ചാർഡ് മുണ്ടാനിയസ്, ഡയറക്ടർ ഓഫ് മൾട്ടി കൾച്ചറൽ മാർക്കറ്റിംഗ് എന്നായിരുന്നു എഴുതിയിരുന്നത്. നെയിം പ്ലേറ്റിൽ എഴുതിയിരിക്കുന്നത് കണ്ട റിച്ചാർഡിന് അത് വിശ്വസിക്കാനായില്ല. അപ്പോഴേക്കും കമ്പനിയിലെ മറ്റു ജോലിക്കാരും പ്ലാന്റ് മാനേജറുമെല്ലാം റിച്ചാർഡിനെ അഭിനന്ദിച്ചുകൊണ്ട് ആർപ്പ് വിളിച്ചു. അങ്ങനെ റിച്ചാർഡ് ആ കമ്പനിയിലെ വലിയൊരു സ്ഥാനത്തേക്ക് ചുമതലയേറ്റു. ഉടൻ തന്നെ റിച്ചാർഡ് ഈ കാര്യം തന്റെ പ്രിയതമയെ വിളിച്ചറിയിച്ചു. ജൂഡിയും ഈ സന്തോഷത്തിൽ പൊട്ടിക്കരഞ്ഞു. മെക്സിക്കൻ വംശജനായ റിച്ചാർഡ് മുണ്ടാനീസിന്റെ ജീവിതകഥയിൽ ചിത്രീകരിച്ച ഈ സിനിമ ഇവിടെയാണ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സിനിമകളെ പറ്റി അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതിവേഗം ലഭിക്കാനായി ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക.